ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പുതുക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. റിന്യൂവൽ ഈസ് പോസിബിൾ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത് തിരുവചനം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുതുക്കം സാധ്യമാണ്. ചില കാര്യങ്ങൾ പുതുക്കാൻ പറ്റത്തില്ല. ചില ഇൻഷുറൻസുകളൊക്കെ അതിന്റെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് പുതുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് കാലഹരണപ്പെട്ടു. നമ്മൾ കഞ്ഞി വെക്കുന്ന മൺകലം അത് ഉടഞ്ഞു നുറുങ്ങിപ്പോയെന്നിരിക്കട്ടെ, അത് പിന്നെ പുതുക്കിയെടുക്കാൻ പറ്റുകയില്ല. പലതും പുതുക്കാൻ പറ്റത്തില്ല. എന്നാൽ പുതുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പലതിനെയും പുതുക്കിയെടുത്ത ചരിത്രവും ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ജീവിതം പുതുക്കാൻ പറ്റുമോ? പുതുക്കം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. പുതുക്കാൻ സാധിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ പറയുന്ന 5 വിധ പുതുക്കങ്ങൾ. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. 104-ാം സങ്കീർത്തനം 30-ാമത് തിരുവചനം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. പുതുക്കം എല്ലാ മേഖലയിലും പുതുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നാ പറയുന്നത്. നിങ്ങളുടെ ഫോണിലൊക്കെ കൂടെ അങ്ങനത്തെ മെസ്സേജ് വരുന്നുണ്ട്, അപ്ഡേഷൻ ഈസ് അവൈലബിൾ. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ എന്ത് ചെയ്യാണ്? പുരോഗതിയിലേക്ക് ചെയ്യാണ്, അപ്ഡേറ്റ് ചെയ്യുകയാണ്. ദൈവം അപ്ഡേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി പല പ്രാവശ്യം പുതുക്കപ്പെട്ട ഒരു ഭൂമിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ്. ഭൂമിയുടെ ഏതാണ്ട് 7ഓളം ഘട്ടങ്ങളാണ് അവിടെ വായിക്കുന്നത്. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. ഭൂമിയുടെ 7 ഘട്ടങ്ങൾ. 1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ഭൂമി ദൂതന്മാരുടെ നിവാസ സ്ഥലമായിരുന്നു. ദൂതന്റെ വീഴ്ചയെ തുടർന്ന് ആ ഭൂമി ഇരുട്ടുകൊണ്ടും വെള്ളം കൊണ്ടും മൂടി ഭൂമി പാഴുശൂന്യവും ആയിത്തീർന്നു. 2ാമത്തെ അവസ്ഥ. അങ്ങനെ ഇരുട്ടുകൊണ്ടും വെള്ളം കൊണ്ടും മൂടപ്പെട്ട് കിടന്ന ആ ഭൂമിയെ ദൈവം നവീകരിച്ചു. വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. അതിന് ദൈവം സമുദ്രം എന്ന് പേർ വിളിച്ചു. കര കാണായി വരട്ടെ എന്ന് ദൈവം പറഞ്ഞു. അതിന് ദൈവം ഭൂമി എന്ന് പേർ വിളിച്ചു. അപ്പോൾ ഭൂമിയുടെ 3ാമത്തെ ഘട്ടം നമ്മളവിടെ കാണും. ആ 3ാമത്തെ ഭൂമിയിലാണ് ആദം ഹൗവമാരെ സൃഷ്ടിച്ചത്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെ ഈ നിറഞ്ഞതിനെ അടക്കി വാഴുവീൻ എന്നുള്ളിടത്ത് റീപ്ലനീഷ് എന്ന പദമാണ്, വീണ്ടും നിറഞ്ഞ്. അപ്പോൾ ആ നവീകരിക്കപ്പെട്ട ഭൂമിയിലാണ് ആദം ഹൗവമാരെ സൃഷ്ടിച്ചത്. ഭൂമിയുടെ 3 ഘട്ടമായി. ആ ഭൂമി പിന്നീട് അതിക്രമം കൊണ്ട് നിറഞ്ഞപ്പോൾ ദൈവം ആ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചു. തുടർന്ന് വായിച്ചാട്ടെ. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അതാണ് ദൂതന്റെ വീഴ്ചയെ തുടർന്ന് ശാപഗ്രസ്തമായ ഭൂമിയെ ദൈവം നവീകരിച്ച കാര്യമാണ്. പക്ഷെ അന്നാണോ ഭൂമി തുടങ്ങിയത്? പണ്ട് ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി. ആ ഭൂമിയെ ദൈവം നവീകരിച്ചു. ആ ഭൂമിയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നവീകരിക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഈ ഭൂമി എന്നും അങ്ങനെ നിൽക്കില്ല. ഈ ഭൂമി ഇനി ഒരിക്കൽ തീ കൊണ്ട് കത്തിപ്പോകുമെന്നാണ് പത്രോസ് വായിക്കുന്നത്. ഭൂമിയും അതിലുള്ള മൂലപദാർത്ഥങ്ങളും, അതാണ് മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും തള്ളടിയാകും. ഭൂമിയുടെ അടുത്ത ഘട്ടം. എന്നാൽ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കും. ന്യായവിധി ഭക്തികെട്ട മനുഷ്യന്റെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. 13-ാമത്തെ വാക്യം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം, അതാണ് അടുത്ത ഭാവം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. യെശയ്യാപ്രവചനം 65:17, 66:22, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെയെല്ലാം പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നതായി നമ്മൾ വായിച്ചു. ദൈവം ഭൂമിയെ പുതുക്കുകയാണ്. 2, മനുഷ്യനെ ദൈവം പുതുക്കുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം.
പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. യഹൂദനാണോ യവനനാണോ എന്നുള്ളതല്ല വിഷയം. നീ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. മനുഷ്യനെ ദൈവം പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. നമ്മൾ കണ്ടു, പഴയ ഭൂമി തന്നെയാണ്, പക്ഷെ ദൈവം അതിനെ നവീകരിച്ച് ഒരു പുതിയ ഭൂമിയാക്കി തീർക്കുകയാണ് ഉണ്ടായത്. ഇവിടെ മനുഷ്യൻ, ഞാനും നിങ്ങളും സാധാരണ ഭൂമിയിലുള്ള മനുഷ്യരാണ്. പക്ഷെ ആ മനുഷ്യനെ ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ്. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതിയത് എന്നുള്ളതിന് 2 ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നിയോസ് എന്ന പദമാണ്, പുതിയൊരു കാറ്, നമ്മൾ പുതുതായിട്ട് പണിത ഒരു വീട്. എന്നാൽ ആ വീട് തകർന്ന്, ആ വീട് അങ്ങ് നാമാവിശേഷമായിരിക്കട്ടെ, അതിനെ റിനോവേഷൻ ചെയ്താൽ പുതിയ വീട് പോലെയാവും. നമ്മുടെ കാറ് ഡാമേജായി, ഇടിച്ചു വല്ലാതെയായി, അത് പുതുക്കിയെടുക്കാൻ പറ്റും. അതിനുപയോഗിക്കുന്ന പദം കെയ്നോസ് എന്ന പദമാണ്. നിയോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഉൽപ്പന്നം. എന്നാൽ കെയ്നോസ് എന്ന് പറഞ്ഞാൽ പഴയതാണ്, അത് കേടുപാടായതാണ്, പക്ഷേ അതിനെ പുതുക്കിയെടുക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ തന്നെയാണ്, അവനെ ദൈവം പുതുതാക്കിയെടുക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ മാനസികമായി മടുത്തവരാണ്, ശാരീരികമായി ബലഹീനതയുള്ളവരാണ്, ഒരുപാട് മേഖലകളിൽ പോരായ്മകളുള്ളവരാണ്. പക്ഷേ നമ്മെ പുതുക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല കുശവനുണ്ട്, അത് യേശു കർത്താവാണ്. യിരെമ്യാപ്രവചനം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ കുശവൻ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരുന്ന കലം പൊളിഞ്ഞു പോയതല്ലേ, പൊളിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അതിനെ കുറ്റപ്പെടുത്തിയതല്ലേ. പക്ഷേ കുശവൻ തന്റെ മനസ്സിലെ ആ ഡിസൈൻ അനുസരിച്ച് വൈദഗ്ധ്യത കൊണ്ട്, നിപുണത കൊണ്ട്, തന്റെ കരകൗശല ബോധം കൊണ്ട് അതിനെ പുതുക്കിയെടുത്തപ്പോൾ മനോഹരമായ ഒരു പാത്രമായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തെയും മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയും. 3-ാമത്തെ കാര്യം, സ്നാനത്തിലൂടെ ഒരു മനുഷ്യന് പുതുതായി മാറാൻ കഴിയും. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം ആദ്യം വായിച്ചാട്ടെ. നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തിന്റെ വേദശാസ്ത്ര ചിന്ത പൗലോസ് പങ്കുവയ്ക്കുകയാണ്. സ്നാനത്തിൽ 3 പ്രധാന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇംഗ്ലീഷിലെ വി എന്ന അക്ഷരം നമുക്കറിയാം, വി ഫോർ വിക്ടറി. വി എന്ന് പറയുന്ന അക്ഷരത്തിന് 3 മൂലകളുണ്ട്, 1, 2, 3. സ്നാനത്തിൽ ഇതിന് സമാനമായ ഒരു കാര്യമാണ് മനുഷ്യനിൽ സംഭവിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ 3 വാക്യങ്ങൾ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. 1-ാമത്തെ കാര്യം, അവന്റെ മരണത്തിൽ പങ്കാളിയാവുകയാണ്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ ആ ക്രൂശിനരികിലേക്ക് വന്നിട്ട് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. 1 മരണമാണ്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. പാപ മനുഷ്യൻ മരിക്കുന്നു, പാപത്തിന് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? കുഴിച്ചിടുക. അടുത്ത വാക്യം വായിച്ചാട്ടെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. 2 കുഴിച്ചിടിയിലാണ്. മരിച്ച മനുഷ്യനെ മാത്രമേ കുഴിച്ചിടുകയുള്ളൂ. തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിട്ട് തലയിൽ പോലെ മണ്ണ് വാരിയിട്ടിട്ട് പോരുമോ? പൂർവിക ചിന്ത അനുസരിച്ച് നമ്മുടെ ശവസംസ്കാരത്തിന്റെ പ്രാചീന രീതിയിൽ നാം അത് ചിന്തിക്കണം. കുഴിയിൽ അടക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. സ്നാനം എങ്ങനെയാണ് നടത്തുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ശവസംസ്കാരമാണ് നടക്കുന്നത്. ജലത്തിൽ അവനെ മലർത്തി ഒരു ശവസംസ്കാരം പോലെ ചെയ്യുകയാണ്, കുഴിച്ചിടുകയാണ്. വി ഫോർ വിക്ടറി. 1 മരണം, 2 കുഴിച്ചിടുന്നു, 3 ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ
നടക്കേണ്ടതിന് തന്നെ. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുമ്പോ ചില ജീവനുള്ള അനുഭവങ്ങൾ നാം പ്രാപിക്കുകയാണ്. എന്തൊക്കെയാണ് നാം അനുഭവവേദ്യമാക്കേണ്ടുന്ന ജീവനുള്ള കാര്യങ്ങൾ? ഒന്ന്, ജീവനുള്ള കല്ലായ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ളവരായി മാറണം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അവിടെ കല്ല് എന്നുള്ളതിന്റെ 3 ഗ്രീക്ക് പദങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, പെട്രോസ് എന്നൊരു വാക്കുണ്ട്. അതിൽ നിന്നാണ് പത്രോസ് എന്ന വാക്ക് വന്നേക്കുന്നത്. പെട്രോസ് എന്ന വാക്കിന്റെ അർത്ഥം എ സ്മോൾ പീസ് ഓഫ് റോക്ക്, ഒരു പാറ കഷ്ണം. അതിന് ജീവനില്ല. എന്നാൽ ഈ ജീവനില്ലാത്ത കല്ല്, പെട്രോസിന് ജീവനില്ല. പക്ഷെ പെട്രോസ് ജീവനുള്ള കല്ലായ അവിടെ ആ കല്ലിന് പെട്രാ എന്ന പദമാണ്. ദ റോക്ക്, പാറ. പെട്രോസിന് ജീവനില്ല. പക്ഷെ പെട്രോസ് പെട്രയുമായി ഒരു ടച്ചിലേക്ക് വരുമ്പോൾ പെട്രയുടെ ജീവൻ പെട്രോസിലേക്ക് വ്യാപരിച്ചിട്ട് അത് ലിത്തോസായി രൂപാന്തരപ്പെടുന്നു. ജീവനുള്ള കല്ല്. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. 40 വർഷത്തിനോടകത്ത് 41 സ്ഥലങ്ങളിൽ അവർ മാറി മാറി താമസിച്ചു. പോയിടത്തെല്ലാം ആ പാറ അവരുടെ പുറകെ ചെന്നു. ജീവനുള്ള കല്ല്. ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുള്ളവരായി തീരണം. 2, ജീവനുള്ള അപ്പമായ കർത്താവിനെ ഭക്ഷിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-57 വാക്യം. ആദ്യം 51 വായിച്ചട്ടെ. യോഹന്നാൻ 6:51. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു, അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിന്, അവന് നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഒരു മന്ന തരാൻ പോവുകയാണ്. ആ മന്നയുടെ പ്രത്യേകത, അവരിരുന്നത് മല്ലന്മാരുടെ ഭോജനമാണ്, ദൂതന്മാരുടെ ആഹാരമാണ് ഭക്ഷിച്ചത്. പക്ഷേ ദൂതന്മാരുടെ ആഹാരത്തെക്കാൾ മെച്ചമുള്ള ഒരു ആഹാരം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. 57-ാമത്തെ വാക്യം കൂടി. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കടിച്ചു പറിച്ച് തിന്നുക എന്ന അർത്ഥത്തിലല്ല. കർത്താവിനെ ഉള്ളിലാക്കുക, കർത്താവിനെ ആസ്വദിച്ചറിയുക, കർത്താവിനെ അനുഭവിച്ചറിയുക. എന്ത് സംഭവിക്കും? നമുക്കും ആ ജീവൻ ലഭിക്കും. നമ്മുടെ ജീവനല്ല, സ്വയമേവയുള്ള ജീവനല്ല, മാനുഷികമായ ജീവനല്ല, നിത്യജീവൻ, മരണം കൊണ്ട് തീരാത്ത ജീവൻ. അത് കർത്താവാണ് നമുക്ക് നൽകി തരുന്നത്. 3, ജീവന്റെ ജലം നാം പാനം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം 15-ാം വാക്യം. യോഹന്നാൻ 4:10. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം തരും. 15-ാം വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ജീവനുള്ള വെള്ളം. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. ഞങ്ങളുടെ പിതാവ് യാക്കോബാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. പക്ഷെ യേശു പറഞ്ഞു, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. എന്നാൽ എന്റെ അടുക്കൽ വരുന്നവന് പിന്നെ ദാഹിക്കയില്ല. അവന്റെ ദാഹം മാറ്റുന്ന നിത്യജീവനിലേക്ക് പൊന്തി വരുന്ന ജീവന്റെ ജലം ഞാൻ നൽകുകയാണ്. എന്താ ജീവജലം? യോഹന്നാൻ 7:37 വാക്യങ്ങൾ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര പറഞ്ഞത്. ജീവജലത്തിൽ നിന്ന് കുടിക്കുക. എന്താ? പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുക. അപ്പം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ബലം കിട്ടത്തില്ലേ? വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഒരു നവോന്മേഷം കിട്ടത്തില്ലേ? എന്നതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ആ ജീവജല നദിയിൽ നിന്ന് നമുക്ക് കുടിക്കാൻ കഴിയണം. 4, ജീവനുള്ള പുതുവഴിയെ നടക്കണം.
ഏതാണ് ജീവനുള്ള പുതുവഴി? എബ്രായ ലേഖനം 10:19 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി 20 കൂടി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ജീവനുള്ള പുതുവഴി തുറന്നു വന്നു. യഹൂദന്റെ ആലയത്തിലെ 3 മുറി തിരുമുറ്റം എന്നറിയപ്പെടുന്ന പ്രകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്താണ് കൃപാസനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7ാമത്തെ ഉപകരണം ഇരിക്കുന്നത്. മനുഷ്യൻ കൃപാസനത്തിനരികേക്ക് ചെല്ലണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ പാപം അവനെ പുറകോട്ടടിച്ചു. അവൻ മാറി നിന്നു. പ്രാകാരത്തിൽ നിൽക്കാനേ അവന് പദവിയുള്ളൂ. പക്ഷേ കാൽവറി മലയിൽ കിടന്നുകൊണ്ട് സകലവും നിവർത്തിയായി എന്ന് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ ആ മന്ദിരത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ 2 കീറി. അത് മുറിഞ്ഞു മാറിയത് കൊണ്ട് പാപി എന്ന് പറഞ്ഞ് പ്രാകാരത്തിൽ നിന്ന മനുഷ്യന് കൃപാസനം നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായി. കാണുക മാത്രമല്ല, ആ വഴിയെ കൂടെ കയറി ചെല്ലാൻ ഇന്ന് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നീ ഇനി പാപിയാണ്, പരദേശിയാണ്, അന്യനാണ്, അകന്നവനാണെന്ന് പറഞ്ഞ് പ്രാകാരത്തിൽ നിൽക്കണ്ട, കേറിപ്പോരെ, ഇങ്ങോട്ട് പോരെ. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് ചെല്ലുക. ഒരു ജീവനുള്ള പുതുവഴി, പിതാവിങ്കലേക്കുള്ള പുതുവഴി യേശു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു പുതിയ വഴി. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നാം ചെയ്യേണ്ടുന്ന 5ാമത്തെ കാര്യം, ജീവനുള്ള പ്രത്യാശയെ മുറുകെ പിടിക്കണം. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് എന്തുണ്ട്? ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ നാം മുറുകെ പിടിക്കണം. ലോകത്തിൽ അനേകരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവകൃപയിൽ നിന്ന പലരും ദൈവകൃപ വിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കേണ്ടതിന് അലറുന്ന സിംഹം എന്ന പോലെ സാത്താൻ അടവുകളുമായി നടമാടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യാശയെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ അവന്റെ അനുകാരികളായി മാറും. പ്രത്യാശയെ മുറുകെ പിടിക്കുക. കർത്താവ് നമുക്ക് തരുന്നതെല്ലാം പുതിയതാണ്. പുതിയ മന്ന, പുതിയ കൃപ, പുതിയ സന്തോഷം, പുതിയ സമാധാനം, പുതിയ അനുഭവം. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവം നമ്മുടെ മുഖത്തെയും പുതുക്കും. നിങ്ങൾ നോക്കിക്കേ, ഹന്ന അവൾ വാടി മുഖത്തോടെയാണ് ദേവാലയത്തിലേക്ക് പോയത്. പക്ഷേ ഹൃദയത്തിലെ ഭാരങ്ങൾ അവൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് അവൾ കടന്നുപോയി. തിരുവെഴുത്ത് വായിക്കുന്നു, പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തെഫാനോസിനെ ആളുകൾ കല്ലെറിഞ്ഞു കൊന്നു. അവന് മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി ദൈവമഹത്വം കണ്ടു. ശത്രുക്കൾ അവനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. 4, നമ്മുടെ മനസ്സിനെ പുതുക്കാൻ കഴിയും. റോമാലേഖനം 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എങ്ങനെയാണ് പുതുക്കം പ്രാപിക്കാൻ പറ്റുന്നത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. രക്ഷ 3 കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള. ഒന്ന്, നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. എന്താണ് രക്ഷിക്കപ്പെട്ടത്? വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. എന്നാണ് നാം ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചത്? അന്ന് നാം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. 2, നമ്മുടെ ദേഹിയുടെ രക്ഷ, ജീവന്റെ രക്ഷ, മനസ്സിന്റെ രക്ഷ. അത് ദിനം തോറും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാകാൻ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ വസ്ത്രം ബ്രാൻഡ് ന്യൂ ആയിട്ട് വാങ്ങിച്ചതാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അഴുക്കുണ്ടായി. അതിനെ അലക്കി വെളുപ്പിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ പറമ്പ് നല്ല കൃഷിസ്ഥലമായിരുന്നു, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ മുള്ളും പറക്കാരയും
മുളച്ചു വന്നു. ആ മുള്ളും പറക്കാരെയും ഒക്കെ മുളച്ച വല്ലാതെ ആയി കിടക്കുന്ന കൃഷിയിടത്തെ നമ്മള് ട്രാക്ടർ വെച്ച് വലിച്ചു കൂട്ടി കത്തിച്ച് അത് പുതുക്കിയെടുക്കുകയാണ്. പശുവിനെ കെട്ടുന്ന തൊഴുത്തില്ലേ, ഇന്നലെ വൃത്തിയാക്കിയിട്ടതാ, പക്ഷെ ഇന്ന് ചാണകമൊക്കെ വീണ് വല്ലാതായി കിടക്കുക. നമ്മളതിനെ അടിച്ചു കഴുകി വൃത്തിയാക്കത്തില്ലേ? മുറ്റം അടിച്ചു വൃത്തിയാക്കില്ലേ? പല്ല് ദിവസവും തേക്കത്തില്ലേ? നമ്മൾ കുളിക്കത്തില്ലേ? ഇന്നലെ കുളിച്ചാൽ അത് മതിയെന്ന് പറയത്തില്ലല്ലോ, ഇന്നലെ പല്ല് തേച്ചാന്ന് പറയത്തില്ലല്ലോ. അപ്പൊ കൃഷിയിടം നമ്മള് വൃത്തിയാക്കുന്നത് പോലെ, പല്ലും വസ്ത്രവും ദേഹവും ഒക്കെ വൃത്തിയാക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് രൂപാന്തരപ്പെടണം. അത് ദിനേന നടക്കേണ്ടുന്ന കാര്യമാണ്. രക്ഷയുടെ 2ാം ഘട്ടം അത് ദിവസം തോറും നടക്കുന്നതാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇരിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകം എപ്പോഴും നമ്മെ ഈ ലോകത്തിലേക്ക് വലിച്ചടിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. വേദപുസ്തകം എത്ര അരച്ചു കലക്കി കുടിച്ചാലും നിനക്ക് ആത്മീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ആത്മീയ ജീവിതം നയിക്കണമോ, കൂട്ടായ്മ കൂടിയേ മതിയാകുള്ളൂ, ആരാധന കൂടിയേ മതിയാകുള്ളൂ, വചനപാരായണം കൂടിയേ മതിയാകുള്ളൂ, ആത്മാവിലുള്ള ആരാധന കൂടിയേ മതിയാകുള്ളൂ, രൂപാന്തരം കൂടിയേ മതിയാകുള്ളൂ. ഇതൊക്കെ ദിനം തോറും നടക്കേണ്ടുന്ന കാര്യമാ. അങ്ങനെ നടന്നില്ല എന്ത് പറ്റുമെന്നറിയാമോ? ക്രമേണ നിന്റെ പ്രത്യാശ നഷ്ടപ്പെടും, നിന്റെ ദൈവകൃപ നഷ്ടപ്പെടും, നിന്റെ ദൈവസ്നേഹം നഷ്ടപ്പെടും, നിന്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടും. നീ ശേഷം മനുഷ്യരെ പോലെയാകും, ലോക മനുഷ്യരെ പോലെയാകും. 3, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് ഒന്നുകിൽ നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെ കർത്താവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടാവാം. 51-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരണം. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നാം നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ മലീമസമായ നമ്മുടെ ഹൃദയത്തെ കർത്താവ് ശുദ്ധീകരിക്കും. ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ നീതിമാനും വിശ്വസ്തനും ആകുന്നു. യെഹെസ്കേൽ പ്രവചനം 36-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കേട്ടോ, പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ്, പുതിയൊരു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. പുതുക്കം സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിന് പുതുക്കം സംഭവിക്കണം എന്നുള്ളതിന് ഒരു പക്ഷിയെ ഉദാഹരിച്ചിട്ടാണ് വേദപുസ്തകത്തിൽ വിവരിക്കുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇതിന് തത്തുല്യമായ ഒരു വാക്യമാണ് യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 30-31 വാക്യം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാരും ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. കഴുകൻ എന്ന പക്ഷി 2 ഘട്ടമായിട്ട് ഏകദേശം 70 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ആദ്യത്തെ ഒരു 40 വർഷം ആ ജനിച്ച ഊർജത്തോടെ വളർന്ന് വലുതായിട്ട് ജീവിക്കും. പക്ഷെ ഒരു 40 വയസ്സൊക്കെ ആവുമ്പോ ഇതിന്റെ തൂവലുകളൊക്കെ അങ്ങ് കട്ടിപിടിക്കും, നഖമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാകും, അതിന്റെ ബലം ക്ഷയിക്കും. ആ സമയത്ത് ഈ കഴുകൻ ഏറ്റവും ഉയരമുള്ള ഒരു പാറപ്പുറത്ത് പോയി അതിങ്ങനെ ഇരിക്കും, ഉപവാസം ഇരിക്കും. 150 ദിവസം വരെ ഇരിക്കും എന്നാ പറയുന്നത്. ഉപവാസം ഇരിക്കുമ്പോൾ അതിന്റെ ഈ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോകും. അത് തന്നെ തന്റെ ചുണ്ട് വെച്ച് ഈ നഖം കൊത്തിപ്പറിച്ച് കളയും. തന്റെ ചുണ്ട് പാറപ്പുറത്തിട്ട് ഒരച്ചൊരച്ച് ചുണ്ട് കളയും. തൊലിയെല്ലാം പോയി, ചിറക് പോയി, നഖം പോയി, ചുണ്ട് പോയി, ഒരു മാംസക്കണ്ണമായി മാറി. മേളിലത്തെ സൂര്യന്റെ ചൂടും താഴത്തെ പഴുത്ത പാറയുടെ ചൂടും കൂടെ വന്നിട്ട് ഇതിന്റെ ശരീരത്തിലെ ദുർമേധസ്സുകളെ മുഴുവൻ ഉരുക്കിക്കളയും. അതവിടെ തന്നെ ഇരിക്കും. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ മെല്ലെ മെല്ലെ പുതിയ തൂവലുകൾ കിളിച്ചു വരും. അത് പഴയ അവസ്ഥയിലേക്ക് വരും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. പിന്നെ ഒരു 30 വർഷം കൂടെ കഴിയും ജീവിക്കുമെന്നാണ് പറയുന്നത്. പല പുസ്തകങ്ങളും പല വിവരണങ്ങളാണ് പറയുന്നത്, ഒരു ഏകദേശ ധാരണ. അതിന് ശക്തി ക്ഷയിക്കുമ്പോൾ അത് ഉപവാസം ഇരുന്ന് പുതിയ ശക്തി പ്രാപിച്ച് 30 വർഷം കൂടെ ജീവിച്ചിരിക്കുന്നത് പോലെ നിനക്ക് തളർന്നു പോകാതെ നടക്കാൻ, ക്ഷീണിച്ചു പോകാതെ ഓടാൻ, ചിറകടിച്ച് കയറാൻ കഴിയണമെങ്കിൽ നീ കാത്തിരിക്കണം. കഴുകൻ പ്രത്യേകതയുള്ള ജീവിയാണ്.
കഴുകന്റെ പ്രത്യേകതകൾ തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ നോക്കിയാട്ടെ. ഒന്ന്, കഴുകൻ വേഗതയുള്ള പക്ഷിയാണ്. 2 ശമൂവേൽ 1:23 ശൗലും യോനാഥാനും ഗിൽബോബ പർവ്വതത്തിൽ പട്ടു വീണപ്പോൾ ദാവീദ് ഹൃദയവേദനയോടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു, മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും ശൗലും യോനാഥാനും അവർ കഴുകനിലും വേഗവാന്മാർ. കഴുകൻ എന്തുകൊണ്ട് പറഞ്ഞേ? വേഗം പറക്കുന്ന പക്ഷിയാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരണം. 2, അത് ഏറ്റവും ഉയരത്തിലാണ് കൂടുവയ്ക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 39:27-28 നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് എവിടെയാ കൂടുവെക്കുന്നത്? ഉയരത്തിലാണ്. അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു, പാറ മുകളിലും ദുർഗത്തിലും തന്നെ. ഉയരത്തിലാണ് അത് കൂടുവെക്കുന്നത്, അല്ലാതെ ഓലത്തുമ്പേലൊന്നുമല്ല. 3, കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. ഓബദ്യാവിന്റെ പുസ്തകം 3-4 പാറപ്പിളപ്പിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും നീ കഴുകനെ പോലെ ഉയർന്നാലും ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. അടുത്ത തലമുറയെ പരിശീലിപ്പിക്കുന്ന പക്ഷിയാണ് കഴുകൻ. ആവർത്തന പുസ്തകം 32:11 കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ അവൻ തന്റെ ചിറകിന്മേൽ വഹിച്ച് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഞാൻ അവിടെ കഴുകന്റെ 3 കാര്യങ്ങൾ പറയാം. 1, കഴുകൻ കൂടനക്കി പൊളിക്കുന്നു. ഭയങ്കര കട്ടിയുള്ള കമ്പുകളൊക്കെ വെച്ചിട്ടാണ് ഈ കൂട് പണിതിരിക്കുന്നത്. മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് അതിന് തീറ്റിപ്പോറ്റി ഒരു പാകമാകുമ്പോൾ, പ്രായമാകുമ്പോ ആദ്യം അതിനകത്തുള്ള ആ മൃദുലതയുള്ള ഇലയും ചകിരിയും ഒക്കെ കുത്തിപ്പറിച്ച് താഴോട്ട് കളയും. അതും കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഈ അസ്ഥിവാരത്തിൽ വെച്ചേക്കുന്ന കട്ടിയുള്ള കമ്പുകൾ ഇളക്കും, കൂട് അനക്കി പൊളിക്കും. 2, ഈ കുഞ്ഞ് താഴോട്ട് പോകുകയാ. കുഞ്ഞ് താഴോട്ട് പോകുമ്പോൾ തള്ള എന്താ ചെയ്യുന്നത്? ഒപ്പം പറക്കുകയല്ല, അതിന്റെ താഴെ പോയി പറക്കുകയല്ല. പദം നോക്കിക്കേ, അത് മീതേ പറക്കുന്നു. സ്വന്തം കുഞ്ഞ് താഴെ പാറപ്പുറത്ത് വീഴാൻ തുടങ്ങുകയാ, തള്ളക്കഴുകൻ മീതേ പറക്കുകയാ. ഇത് കാണുമ്പോ നമുക്ക് തോന്നത്തില്ലേ ഈ തള്ളക്കെന്നാ ഒരു ചിന്തയില്ലെന്ന്? എന്നാൽ നിങ്ങൾക്കില്ലാത്തൊരു ചിന്ത, നിങ്ങൾക്കില്ലാത്തൊരു അറിവ് ഈ കഴുകനറിയാം. നേരത്തെ നമ്മൾ യോനാഥാനെ കുറിച്ച് വായിച്ചില്ലേ? അവർ കഴുകനിലും വേഗതയേറി വരുന്നത്. കഴുകന്റെ വേഗത ഭയങ്കര വേഗതയാണ്. ഈ ജീവി താഴോട്ട് പോകുന്നതിന് സ്പീഡ് എന്ന് പറയാമെങ്കിൽ കഴുകന്റെ ആ വേഗത വെലോസിറ്റി എന്ന് പറയാം, ഉഗ്രവേഗത. ഈ കുഞ്ഞ് താഴോട്ട് പോകുന്ന വേഗത തള്ളം മീതെ പറക്കുകയാ. പക്ഷെ താഴെ വന്ന് പാറപ്പുറത്ത് വീഴുന്നതിന് മുമ്പ് ഈ തള്ള അതിവേഗം താഴേക്ക് പറന്നു വന്നിട്ട് അതിന്റെ ശക്തിയേറെ ചിറക് വിരിച്ചു കൊടുക്കും. കുഞ്ഞു വന്ന് വീഴുന്നത് ആ തള്ളയുടെ ചിറകിലാണ്. അതാണ് പദം. 1, കൂടാനക്കി പൊളിക്കുന്നു. 2, മീതെ പറക്കുന്നു. 3, ചിറകിന്മേൽ വഹിക്കുന്നു. ഞാനും നിങ്ങളും തകർന്നു പോകേണ്ടിയിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം തന്റെ കരം, തന്റെ ചിറക് നമുക്ക് വേണ്ടി വിരിച്ചു തന്നിട്ടില്ലേ? കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. താങ്ങുന്ന ദൈവത്തിന്റെ കരം. കഴുകൻ പ്രത്യേകതയുള്ള ഒരു പക്ഷിയാണ്. ഇരയെ കൃത്യമായി പോയി റാഞ്ചാൻ അതിന് കഴിവുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 9:26 അത് ഓടകൊണ്ടുള്ള വള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും കടന്നു പോകും. ഇരയെ റാഞ്ചുന്ന കഴുകൻ. ഈ കഴുകന് ഭയങ്കര എന്നാ പറയുക, ദൂരദൃഷ്ടിയുള്ള പക്ഷിയാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്നു. പക്ഷെ താഴെ കൂടെ പോകുന്ന ഒരു പക്ഷിയെ, അതിന്റെ ഒരു ഇരയെ അതിന് കാണാൻ പറ്റും. ആ കണ്ണിന്റെ ക്രാന്തദൃഷ്ടി, അതിന്റെ ആ വേഗത, അത് വേഗം പറന്നിറങ്ങി വന്ന് കൃത്യമായിട്ട് അതിനെ കൊത്തിയെടുത്തിട്ടു. കഴുകനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് 6ാമത്തെ ചിന്ത ദൂരദൃഷ്ടിയുള്ള പക്ഷിയാണ് എന്നുള്ളതാണ്. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 39:27 നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂട് വെക്കുകയും ചെയ്യുന്നത്. അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു. 29 കൂടെ അവിടെ നിന്ന് അത് ഇര തിരയുന്നു, അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. കണ്ടോ? അപ്പൊ 10,000-കണക്കിന് അടി ഉയരത്തിൽ നിൽക്കുന്ന കഴുകന് താഴെ ഭൂമിക്കൂടെ ഇഴഞ്ഞു പോകുന്ന
ഒരു മുയലിനെ കാണാൻ പറ്റും എന്ന് മാത്രമല്ല, ആ മുയൽ കുതിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിവേഗം വന്ന് അതിനെ റാഞ്ചിക്കൊണ്ട് പോകാനും പറ്റും. കഴുകൻ ദൂരയാത്ര ചെയ്യുന്ന ഒരു പക്ഷിയാണ്. ആവർത്തനം 28:49. യഹോവ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അപ്പൊ ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ശത്രു സൈന്യം വരുന്നത് പറയാൻ ദൈവം ഒരു ഉപമ ഉപയോഗിച്ചു. കഴുകൻ വരുന്നത് പോലെ വരും. ബാക്കി എല്ലാ പക്ഷികൾക്കും ഒരു കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞ പേടിയാണ്. അതെങ്ങനെങ്കിലും പറന്ന് എവിടെങ്കിലും പോയി അള്ളിപ്പിടിച്ചിരിക്കും. പക്ഷെ കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ജീവിയാണ് കഴുകൻ. എന്ത് ചെയ്യുന്നറിയോ? ഭയങ്കര കൊടുങ്കാറ്റ് വരുമ്പോ അത് ആ കൊടുങ്കാറ്റിനെ ഭേദിച്ച് രസിച്ച് അത് മുകളിലോട്ട് പറന്നു വീരും. കഴുകൻ അതിന് കൊടുങ്കാറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഭീതിയല്ല, എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയല്ല, അത് സന്തോഷിച്ചുകൊണ്ട് തിമിർത്തുകൊണ്ട് ആ കൊടുങ്കാറ്റിന്റെ ശക്തിയെ അതിജീവിച്ചുകൊണ്ട് അത് മുകളിലേക്ക് പറന്നു കയറുകയാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം. യെശയ്യാപ്രവചനം 43:18-19 വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. പുതുക്കം സാധ്യമാണ്. വെളിപ്പാട് പുസ്തകം 21:5 വാക്യം. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറയുന്നു. ജീവിതം മുരടിച്ചുപോയി, മുഷിഞ്ഞുപോയി, മനസ്സ് മടുത്തുപോയി, ആത്മീയമായ സന്തോഷം കെട്ടുപോയി. ഒന്നിലും എനിക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. എനിക്കൊന്ന് ചിറകടിച്ചു കയറണം, എനിക്കൊന്ന് ചിറകടിച്ചു കയറണം. കൊടുങ്കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, പക്ഷെ ഞാനതിൽ തളർന്നു പോകുകയല്ല. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അങ്ങനെ തളർന്നു പോയെന്ന് വരാം, പക്ഷെ ഞാൻ തളർന്നു പോകത്തില്ല. എന്റെ ആരോഗ്യത്തിന്റെ കൂടുതലുകളുണ്ടല്ല, ഞാൻ ദൈവത്തെ കാത്തിരിക്കുകയാണ്.